ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വീട്ടിൽ ഒരു കസേരയിൽ ഇരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 5 വ്യായാമങ്ങളാണ് കാണിച്ചു തരുന്നത്. ആർക്ക് വേണമെങ്കിലും വീട്ടിൽ ഫോളോ ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ്. അപ്പോൾ നമുക്ക് ചില ആൾക്കാർക്കൊക്കെ കഠിനമായിട്ടുള്ള വ്യായാമങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പം നമ്മളിപ്പം ഇന്റൻസിറ്റി കൂടിയ വ്യായാമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, ഇതൊന്നും പറ്റില്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ വളരെ ഉപകാരപ്പെടുന്ന വീഡിയോ ആണിത്. അപ്പം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും പ്രായമായ ആർക്കും വളരെ ഉപകാരപ്പെടും. ഓക്കെ, അപ്പം ഇത് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചെയർ മാത്രമാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റൂമിന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ നിങ്ങൾക്ക് വ്യായാമം ചെയ്യാം. രാവിലെയോ വൈകുന്നേരമോ നിങ്ങൾ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗകര്യം പോലെ ചെയ്ത് നോക്കുക. ഈ വ്യായാമങ്ങൾ പ്രധാനമായിട്ടും ടാർഗറ്റ് ചെയ്യുന്നത് നിങ്ങളുടെ ദാണ്ട ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നിങ്ങളുടെ ആബ്സിന്റെ ഭാഗം, അതിനാണ് ടാർഗറ്റ് ചെയ്യുന്നത്. അവിടുത്തെ ആ ഒരു കൊഴുപ്പിനെയൊക്കെ കുറയ്ക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഒരു ഫ്ലെക്സിബിലിറ്റിയൊക്കെ വർദ്ധിപ്പിക്കാനും ഒക്കെ സഹായിക്കുന്ന എക്സസൈസുകളാണ്. അപ്പം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്ത് നോക്കാം. അപ്പം ഞാൻ റെപ്പറ്റേഷനും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കാം. സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ആദ്യമേ ചെയറിൽ സ്ട്രൈറ്റ് ആയിട്ടിരിക്കുക, ഇതേപോലെ. ഓക്കെ, നല്ല ബലമുള്ള ഒരു ചെയർ നിങ്ങൾ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ തടി കൊണ്ടൊക്കെ ഉള്ള ചെയറുകളാണെന്നുണ്ടെങ്കിൽ, കസേരകളാണെങ്കിൽ വളരെ പ്രയോജനകരമാണ്. ഓക്കെ, അതിപ്പോൾ ഹെവി ആയിരിക്കുമല്ലോ, വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് മറിയാനുള്ള സാധ്യതയും വളരെ കുറവായിരിക്കും. അപ്പം നമ്മൾ ഫസ്റ്റ് വ്യായാമം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ കൈകൾ ഇതേപോലെ ഇങ്ങനെ പിടിച്ചിട്ട് മുകളിലോട്ട് ഉയർത്തുക, സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, നിങ്ങൾ വളഞ്ഞൊന്നും ഇരിക്കരുത്, നല്ല സ്ട്രൈറ്റ് ആയിട്ട് ഇരിക്കുക. ഇതേപോലെ ഇതേപോലെ ഇടുന്നതിന് ശേഷം നിങ്ങൾക്ക് പതുക്കെ കൈ താഴോട്ട് കൊണ്ടുവരാം, ഇതേപോലെ. ഓക്കെ, 1 അപ്പ്, നല്ല രീതിയിൽ മുകളിലോട്ട് കൈ ഉയർത്തണം. 2 അപ്പ്, 3 4 5 6 7 8 9 10. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 30 റെപ്പറ്റേഷൻ ആണ്. ഓക്കെ, നിങ്ങൾ 30 തവണ ഇതേ കണക്ക് ചെയ്യണം. ഓക്കെ, ഞാനിപ്പോൾ 10 എണ്ണമാണ് ചെയ്ത് കാണിക്കുന്നത്. വീഡിയോ ലെങ്ത് ആയി പോകാതിരിക്കാനാണ് ഞാൻ കുറച്ച് കാണിക്കുന്നത്. നിങ്ങൾ കുറഞ്ഞത് ഒരു 30 എണ്ണമെങ്കിലും നിങ്ങൾ ചെയ്യണം. ഓക്കെ, ഇത് വളരെ നല്ല ഒരു എക്സസൈസ് ആണ്. നിങ്ങളുടെ ഒരു ആബ്സിന്റെ ഫാറ്റ് കുറയ്ക്കാനും അതേ കണക്ക് തന്നെ നമുക്കൊരു മൊബിലിറ്റി ആൻഡ് ഫ്ലെക്സിബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാൻ, നമ്മുടെ ഈ ലോവർ ബാക്കിന്റെ ഒക്കെ ഫ്ലെക്സിബിലിറ്റി ഒക്കെ വർദ്ധിപ്പിക്കാനൊക്കെ വളരെ സഹായിക്കും. അപ്പോൾ ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട ഒന്നാമത്തെ എക്സസൈസ്. നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ അതേപോലെ തന്നെ ഈ ഒരു പൊസിഷനിൽ പിടിച്ച് മുകളിലോട്ട് അപ്പ് ചെയ്യുക, ഇതേ കണക്ക്. ഓക്കെ, ഇതേപോലെ നിങ്ങൾക്ക് പിടിക്കാം. പിടിച്ചതിന് ശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇതേപോലെ 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16. ഓക്കെ, ഞാനിപ്പോൾ 16 എണ്ണം ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒരു 30 എണ്ണമെങ്കിലും ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് അല്പം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ, നിങ്ങൾക്ക് തുടക്ക സമയങ്ങളിൽ ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് പതിയെ ചെയ്ത് വരുന്നതനുസരിച്ച് നിങ്ങൾക്ക് സ്ട്രെങ്ത് ഒക്കെ വർദ്ധിക്കുന്നതനുസരിച്ച് നിങ്ങൾക്ക് അല്പം ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും ബെനിഫിറ്റ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഓക്കെ, നമുക്കിത് നല്ല ഫാസ്റ്റായിട്ട് ചെയ്യാം. ഓക്കെ, ഇതാണ് സെക്കൻഡ് എക്സസൈസ്. ഇനി അടുത്തായിട്ട് നമുക്ക് മൂന്നാമത്തെ എക്സസൈസിലോട്ട് പോവാം. മൂന്നാമത്തെ വ്യായാമം ചെയ്യാനായിട്ട് നിങ്ങൾ കൈകൾ ഇതേ കണക്ക് ഇങ്ങനെ പിടിക്കുക. ഓക്കെ, നിങ്ങളുടെ ഒരു തലയുടെ വശത്തായിട്ട് ഇങ്ങനെ പിടിക്കുക, സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാല് ഒരു അല്പം വൈഡ് ചെയ്ത് വെക്കുക. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് 1 ഇത് കണക്ക് സൈഡിലോട്ട്. ഓക്കെ, 2 സ്ട്രെയിറ്റ്, 3 4 5 6 7 8
ഒരിക്കലും നിങ്ങൾ ഇതാ ഇങ്ങനെ ചെയ്യരുത്. ഓക്കെ, ഇങ്ങനെ ചെയ്യരുത്. നമ്മൾ ഒരു വശത്തോട്ട് ഇതേ കണക്കൊന്ന് ചരിയുക, ഇങ്ങനെ ഇത്ര മാത്രം. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സ്ട്രെയിറ്റ് ആവുന്നു, അടുത്ത സൈഡിലോട്ട് വരുന്നു. ഓക്കെ, ഇങ്ങനെ ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ ഒരു 30 പ്രാവശ്യം ചെയ്യുക ഇതേപോലെ. ഇത് നിങ്ങളുടെ തന്നെ ഈ ഒരു ഭാഗത്തെ മസിൽസിനെ സ്ട്രോങ് ആകാനായിട്ട് സഹായിക്കും, ഈ ഹിപ്പ് പോർഷൻ ഈ ഒരു ഭാഗത്തെ. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട 4ാമത്തെ എക്സസൈസ്. ഇനി അടുത്ത 5ാമത്തെ വ്യായാമം എന്ന് പറഞ്ഞാൽ നിങ്ങൾ കാലുകൾ ഒരു അല്പം വൈഡ് ചെയ്യുക, ഇതേ കണക്ക്. ഓക്കെ, ഞാൻ ഈ വെച്ചിരിക്കുന്ന വൈഡ് ചെയ്യുക, കൈ ഇതേപോലെ തന്നെ മുകളിലോട്ട് ഉയർത്തുക. ഓക്കെ, ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു സൈഡിലോട്ട് ഇതേപോലെ കൈ കൊണ്ടുവരിക. മാക്സിമം നിങ്ങളുടെ കാലിൻ്റെ പാദങ്ങളിൽ നിങ്ങൾ സ്പർശിക്കാനായിട്ട്, തൊടാനായിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇതേപോലെ 1 അപ്പ്, അടുത്ത സൈഡിലോട്ട് 2 3 4 5 6 7. നല്ല എക്സസൈസ് ആണിത്. ഓക്കെ, 8 9 10. അപ്പം ഇതേപോലെ നിങ്ങൾ ഒരു 30 തവണയാണ് ചെയ്യേണ്ടത്. നമ്മളിങ്ങനെ ഇരുന്ന് വശങ്ങളിലോട്ടാണ് നമ്മുടെ ആ ഒരു ഇങ്ങനെ വശങ്ങളിലോട്ട് നമ്മളിങ്ങനെ ചരിയുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഹിപ്പ് മസിൽ, അതിനൊക്കെ നമ്മുടെ ഈ ആംസിൻ്റെ ഭാഗത്ത് ആ ഒരു മസിൽസുകളൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആവും. ഓക്കെ, അപ്പം ഇതാണ് നിങ്ങൾ ചെയ്യേണ്ട അടുത്ത എക്സസൈസ് എന്ന് പറയുന്നത്. 30 റെപ്പിറ്റേഷൻ മറക്കാതെ ചെയ്യുക. ഇനി നമ്മുടെ ഫൈനൽ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ടിരിക്കുക. സ്ട്രെയിറ്റ് ആയിട്ടിരുന്നതിന് ശേഷം ഓക്കെ, ഇതേ കണക്ക് നിങ്ങൾ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ കൈകൾ ഇത് കണക്ക് ചെയറിൽ പിടിക്കാൻ നിങ്ങൾക്ക്. അതിനുശേഷം ഞാൻ ചെയ്യുന്ന കണക്ക് തന്നെ നിങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇതേപോലെ നിങ്ങളുടെ ഒരു കാല് ഉയർത്തുക. ഓക്കെ, ഇതേപോലെ 3 4 5 6 7 8 9 10 11 12 13 14 15 16. നിങ്ങളിത് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാല് ഇങ്ങനെ ഉയർത്തി അത് കൊണ്ട് താഴെ വെച്ചതിന് ശേഷം അടുത്ത കാല് ഉയർത്താം. ഓക്കെ, അതല്ല നിങ്ങൾക്ക് അല്പം കൂടെ ചെയ്ത് എക്സസൈസ് ഒക്കെ ചെയ്ത് പരിചയമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും കാല് താഴെ കൊണ്ടുവന്നിട്ട് മുട്ടിക്കരുത്. ഓക്കെ, ഇതേ കണക്ക് ഇത്ര മാത്രമേ വരാവുള്ളൂ. ഓക്കെ, ആ ഫ്ലോറിനോട് ചേർന്നായിരിക്കണം നിങ്ങളുടെ കാല് പോടുന്നത്. അല്പം ഫാസ്റ്റായിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. നല്ല എക്സസൈസ് ആണിത്. ഒരേ സമയത്ത് തന്നെ നിങ്ങളുടെ കാലുകളും അതേപോലെ തന്നെ നിങ്ങളുടെ ആപ്സിൻ്റെ മസിൽസുകളും സ്ട്രോങ് ആക്കാനായിട്ട് ഈ വ്യായാമം സഹായിക്കും. അപ്പം ഇത് നിങ്ങളൊരു 30 റെപ്പിറ്റേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന 5 എക്സസൈസുകളാണ് ഞാൻ ഇന്ന് കാണിച്ചു തരുന്നത്. ഓക്കെ, അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് തരാൻ മറന്നു പോകരുത്. ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വർക്കൗട്ട് വീഡിയോസുകളായിരിക്കും നമ്മുടെ ചാനൽ വഴി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് വീഡിയോസുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് അതെല്ലാം കയറി കാണാവുന്നതാണ്. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ